അപ്പം മച്ചാന്മാരെ എല്ലാവർക്കും വണ്ടിപ്പണിക്കാരന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജാണ്. അപ്പം മച്ചാന്മാരെ ഒരുപാട് നാളായി നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ചെയ്യാത്തതിന്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് ഞാൻ പറയാം, ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ പുതിയ നയനത്തിന്റെ ഫൈറ്ററിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഗാലക്സിയുടെ ഓൾഡ് വണ്ടിയാണ്. എടാ ഇങ്ങ് വന്നേടാ അശ്വിനേ, ഇങ്ങ് വന്നേ. എടാ ഇങ്ങോട്ട് വാടാ. അമ്മമാർക്ക് നാണം കേട്ടോ ഇവര്. ആണ്ടേ ഓണ്ട ക്ലാസ് കൊണ്ട് അങ്ങോട്ട് പോയി. ആ നീ ഇതൊന്ന് പിടിച്ചേ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ സന്തോഷ വാർത്ത പറയാം. നമ്മള് ഒരു 17 സീറ്റ് ആംസ്റ്റർ എന്ന് പറഞ്ഞൊരു 17 സീറ്റ് എടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോകുലിന്റെ വണ്ടിയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മാന്ത്രികന്റെ ചെറുക്കനെ വിറ്റായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ രണ്ട് വിഷയങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പുതിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിത് നമ്മുടെ ഷാജാനിക്ക് നമുക്ക് ഈ വണ്ടി തന്നേക്കോ അല്ലേടാ? അതെ. അപ്പൊ നമ്മുടെ ഇത് വണ്ടി ഗാലക്സിയുടെ വണ്ടിയായിരുന്നു. ഗാലക്സിയുടെ ഫൈറ്റർ എന്ന് പറഞ്ഞ എഡിഷൻ നെയിമിലുള്ള വണ്ടിയായിരുന്നു. BMR ആണ് വണ്ടി. ലൈലാൻഡ് 160 ആണ് സാധനം. അപ്പൊ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പരിപാടി ഇതിനകത്ത് ബാക്കിയുണ്ട്. അതായത് നമ്മുടെ ഈ ക്യാബിനൊന്നും ചെയ്തിട്ടില്ല. കണ്ടാ, ക്യാബിനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അകത്ത് കുറെ വർക്കുണ്ട്. അവർ തന്നപ്പം നമ്മുടെ കുറെ വർക്കുകൾ അവർ അഴിച്ചെടുത്തായിരുന്നു. ഇഷ്ടം പോലെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണിത് നമ്മുടെ വണ്ടി കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ ഗാലക്സിയുടെ ഫൈറ്റർ. അപ്പോൾ അതായിരുന്നു വണ്ടി. ഇതിനകത്തെ വർക്ക് കാണിക്കണേ വണ്ടി കയറ്റിയിടണം കേട്ടോ. എന്തായാലും നമ്മളിപ്പം അവനെന്തേടാ അപ്പൊ എന്തായാലും നമ്മൾ ഈ വണ്ടി കുറച്ച് ടച്ച് ആൻഡ് പോളിഷ് പരിപാടിയുണ്ട്. പെയിന്റിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ പെയിന്റിങ്ങിന് വേണം. ഇത് നമ്മുടെ ഇനി എന്റെ ഒരു സഹായി കേട്ടോ. പരിചയപ്പെടുത്തണം. അതിന്റെ പേര് പറയടാ. എന്റെ പേര് ആരോമല്. വീട് പറയടാ. കരുനാപ്പിള്ളാണ് എന്റെ വീട്. അഡ്രസ് നേരത്തെ നീ ഏതിലായിരുന്നു? ഞാൻ നേരത്തെ കൊക്കൈനകത്ത് ഓടിക്കൊണ്ടിരുന്നത്. കൊക്കൈനകത്തുനിന്ന് ഇറങ്ങി ഫ്രണ്ട്സിനകത്ത് ഓടി. അത് കഴിഞ്ഞപ്പോ ഇവിടെ വന്നു. അപ്പൊ ഇനി നമ്മുടെ കൂട്ടത്തില് ഞാനുണ്ടാവും, നമ്മുടെ ആരോമലുണ്ടാവും, പിന്നെ നമ്മുടെ ക്യാമറമാനായ അശ്വിൻ ഉണ്ടായിരിക്കുന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പേരോടാണ് ഇതില് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നേരെ പോകുന്നു ചെറുക്കനെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പെയിന്റിങ്ങിന്റെ പരിപാടി ഉണ്ട്. അപ്പം ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണം. പെയിന്റ് ചെയ്തിട്ട് നേരെ നമുക്ക് ഇവിടെ കൊണ്ടുപോകാം. നമ്മൾ വണ്ടി ഇവിടെ തന്നെ ഇടുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ താമസം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ഇല്ലായിരുന്നു പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുമായിരുന്നു. അത് കാരണമായിരുന്നു കേട്ടോ. എന്താ സത്തം. അപ്പം അതേ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നേരെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോട്ടെ. അവിടെ ചെന്നിട്ട് നമുക്ക് ഇത് കാണിച്ചിട്ട് റേറ്റും കാര്യങ്ങളും ചോദിക്കണം. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് പിന്നെ അതുപോലെ അടി കഴുകി അടി വാട്ടർ സർവീസ് ചെയ്തിട്ട് നമുക്ക് പെയിന്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം വീഡിയോ ഇനി ഉടനെ ഘട്ടമായിട്ട് അങ്ങോട്ട് ഓരോന്നോരോന്ന് ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ജസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തും. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പഴയ കാര്യങ്ങളും എല്ലാം നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം മച്ചന്മാരെ ലൈനിൽ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏതാടാ പഴയത്? അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മുടെ അടുക്കൽ തന്നെ മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഈ ഒരു ഗ്യാരേജ് വന്നു കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടി പെയിന്റ് ചെയ്യുന്നത്. വാടാ. അത് ഇവിടെയൊക്കെ ശകലം അഴുക്കൊക്കെ ഉണ്ട്. ഇത് കണ്ട ഈ നിയോൺ ഒട്ടിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നില്ലടാ. ഇത് അതുപോലെ തന്നെ നമ്മൾ ലിപ്പെല്ലാം ഇതെടുത്തിരിക്കുക കേട്ടോ. ഇത് കണ്ടോ, ലിപ്പെല്ലാം പൊട്ടിയിരിക്കുക. ഇതെല്ലാം ചെയ്യണം. പിന്നെ അതുപോലെ വേറെ എവിടെയൊക്കെയാടാ? അതെ ഈ സൈഡ്, ഈ സൈഡൊക്കെ ഒരവൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരവ്, പിന്നെ ടോപ്പിൽ ഒരവ്. ഇവിടെ പൊട്ടലുണ്ട്. ഇത് ആരണ്ടുണ്ട് കയറ്റിയത് കേട്ടോ. എൻ്റെ ഇവിടെ ഈ സൈഡ്
ഹുക്ക് പിടിച്ചോണ്ട് പോയതല്ലേ? ആ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ വർക്കിന് വന്നത്. ചേട്ടാ ഇതേ മറ്റേതേ നമ്മുടെ ഇതുണ്ട്, ഇതെല്ലാം പുട്ടിയിട്ട് ലെവൽ ചെയ്ത് പെയിന്റ് ചെയ്യണം. ഇത് ലിപ്പ്. ആ അത് കുഴപ്പമില്ല, അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക. വെച്ചാൽ എവിടെയും വരഞ്ഞു കഴിഞ്ഞാലേ പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി. പിന്നെ അതെ ഇത് കണ്ടോ ഇങ്ങനത്തെ പൊട്ടല്. വേണ്ട, പോളിഷ് ചെയ്താൽ മതി. പോളിഷ് ചെയ്താൽ മതി. എന്നുവെച്ചാൽ പെയിന്റ് ചെയ്യേണ്ടടുത്തെല്ലാം പെയിന്റ് ചെയ്തിട്ട് ബാക്കി പോളിഷ് ചെയ്യണം. പിന്നെ അതുപോലെ ടോപ്പും എല്ലാം ക്ലിയർ ചെയ്യണം. അതും ഇതുപോലെ തന്നെ. ടെസ്റ്റ് അല്ല, ബ്ലാക്ക് പോളിഷ് ചെയ്യണം. ഈ കൊമ്പിൻ്റെ ഇവിടെയൊക്കെ പൊട്ടലൊക്കെ ഉണ്ട്, അത് ഇടണം. പിന്നെ അത് മെയിനായിട്ട് ഈ സൈഡ് ഇതുണ്ട്, ഇവിടെ കണ്ട, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ബാക്കിൽ ബാക്കി ഈ സൈഡ് ഉണ്ടോ, മൊത്തത്തിൽ പോളിഷ് ചെയ്യണം വണ്ടി പെയിന്റിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതെ ഇത് കണ്ടോ, ഇതല്ല ഇത് കണ്ടോ സ്ക്രാച്ചൊക്കെ വെട്ടം അടിക്കാനോ. എടാ അശ്വിന, എടാ ലൈറ്റ് ഒന്ന് അടിച്ചേ. അശ്വിന ടോർച്ച് ഒന്ന് അടിച്ചോടാ, ടോർച്ച് ഒന്ന് അടിച്ചേ. ആ ടോർച്ച് അടിക്കാം, പെയിന്റ് അറിയാൻ വേണ്ടി. ആ അത് ഇരുട്ടത്തോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ കാണാൻ നിൽക്കും, വെട്ടം ഇല്ലാത്തടത്ത്. ഇവിടെ ബ്ലൂ അല്ലേ, ബ്ലൂ ഷെയ്ഡ് അല്ല, അതോ ഗ്രീനോ? ബ്ലൂ അല്ലേ? ഈ വെള്ള പെയിന്റിനകത്ത് ബ്ലൂ ചേരുന്നുണ്ട് കേട്ടോ. അശ്വിനി. പിന്നെ അപ്പുറ സൈഡ് ഉണ്ട് കേട്ടോ, അപ്പുറ സൈഡ് നല്ലോണം പണിയുണ്ട്. ഈ സൈഡ് ബാ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഈ സൈഡ് ചേർന്ന് തരാൻ പറയണം. ഫുള്ളടിഞ്ഞോ, ഫുള്ളടിഞ്ഞോ. വരട്ടെ വരട്ടെ. ആ മതി. ബാ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. ഇവിടെ പൊട്ടലുണ്ട്, ഇതുണ്ടോ, ഇത് വെച്ച് അടച്ചേക്കുക സിലിക്കോൺ വെച്ച്. ഈ സൈഡ് ഉണ്ടോ? ആ കിഴുത്തേ ഇല്ല, അത്രയിടം പൊട്ടിയ ഒരു ഇതേ ഉള്ളു. പീസല്ല, ഇത് പുട്ടിയിട്ട മറ്റേ മാജു ഉണ്ടല്ലോ, മാജു ഇട്ട് ലെവൽ ചെയ്താൽ മതി. ഈ സൈഡ് ഒരു തട്ടിയതാ, അത് കണ്ടോ? ഏതാടാ? ആ കരച്ചിലാക്കണം. ആ അതൊക്കെ ടച്ച് അല്ല, ഇത് നമ്മുടെ സ്റ്റിക്കറാ, സ്റ്റിക്കറിന്റെ അഴുക്കാ. ഇത് നമുക്ക് മറ്റേ ക്ലിയർ ചെയ്യാൻ നേരത്തെ പോളിഷ് ചെയ്തില്ലേ, പോളിഷ് ചെയ്യുമ്പോൾ അതെല്ലാം പോത്തില്ലേ. പെയിന്റിങ് ഇത്രേ ഉള്ളു, ആ ഇത്രയും ടച്ച് ആൻഡ് പോളിഷേ ഉള്ളു. എങ്ങനെ? അതൊന്നും കളയത്തില്ല. ആ തുരുമ്പ്. ആ അതെ, ബ്ലേഡ് മാറാം. അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇവിടെ വേറൊന്നുമല്ല, ഇവിടെ നമ്മുടെ കുറച്ച് വണ്ടിയൊക്കെ ഇവിടെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ബഡ്ജറ്റ് ഇട്ടപ്പോഴത്തേക്കിനും ഏകദേശം 25,000 രൂപ നമ്മുടെ ടച്ച് ആൻഡ് പോളിഷിനും പിന്നെ അടി കഴുകി പെയിന്റ് അടിക്കുന്നതിന് 7,000 രൂപ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
ഇവിടെ അല്ല, ഇനി അടുത്തൊരിടം ഉണ്ട്. അപ്പോൾ 2-3 തിരക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ കേട്ടോ. എടുത്തിയാടി ഇതുപോലെ ആരും വണ്ടിയുടെ പണിക്ക് എങ്ങും പോയി ഇങ്ങനെ ചാടരുതെന്ന് പറഞ്ഞാൽ തിരക്ക് മാക്സിമം തിരക്ക് വെച്ചാൽ നമ്മൾ ഇവിടെ വന്ന് പറയുന്നതിനേക്കാൾ നല്ല വണ്ടി കൊണ്ട് കാണിക്കുമ്പോൾ അവർ ലൈവായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അടുത്തടുത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ചെറുക്കനെ ഇതേണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടോ. ഇവിടെ ഞങ്ങൾ ഇവിടെ അടുക്കലൊരു ഹോട്ടലുണ്ട് കേട്ടോ, എൻ്റെ സൗഗന്ധിക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു വർക്ക്ഷോപ്പിലാണ്. ഇവിടെ എല്ലാം വണ്ടി പണിയാൻ പെയിൻറ്റിങ്ങിന് ഇട്ടേക്കോ. അതേ കണ്ടോ, ഇവിടെ എല്ലാം പെയിൻറ്റിങ്ങിന് കിടക്കുകയാണ്. അപ്പോൾ ചെറുക്കൻ തീ കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ നമ്മളോട് മൊത്തത്തിൽ 25,000 രൂപയിലാണ്. 25,000 രൂപയാണ് അവർ മൊത്തം പറഞ്ഞത്. അവിടെ ഇവിടെയൊക്കെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് പിന്നെ ഫുള്ളും നമ്മൾ റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇറക്കാൻ വേണ്ടി. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഹരിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞു വെറും 12,000 രൂപയാണ് പറഞ്ഞു. അപ്പോൾ 12,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ അടി സർവീസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അത് 7,000 രൂപ എക്സ്ട്രാ, അത് നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. പിന്നെന്തുവാണ്, പിന്നെ ഇവിടെ മൊത്തം കംപ്ലീറ്റ് വണ്ടിപ്പണി കേട്ടോ. ഇവിടെ നമ്മുടെ ഏരിയയിൽ, അതായത് ഞങ്ങളുടെ ഈ ഹരിപ്പാട് ഏരിയയിൽ നമ്മുടെ ബസ്സുകാരെല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനം ഇതാണ്. കാര്യം നമുക്ക് അടുത്താണ് ഇവിടെ. പുള്ളി എല്ലാ വണ്ടിയും വർക്ക് ചെയ്യുന്ന പുള്ളിയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വാര്യത്ത്, പ്രജോമ, രഹന, അനിഴം, പിന്നെ വേറെ വരുന്നു ഇപ്പം നമ്മുടെ വണ്ടി, പിന്നെ നമ്മുടെ മാന്ത്രികൻ, പൊന്നുതമ്പുരാൻ, അങ്ങനെ നമ്മുടെ ഈ ഏരിയയിലുള്ള തേജസ്, അങ്ങനെ നമ്മുടെ ഈ ഏരിയയിലുള്ള ഒട്ടുമിക്ക വണ്ടികളും മുഴങ്ങോടി ചെയ്ത് പേര് പറയാൻ പറഞ്ഞു. ഈ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഏരിയയിലുള്ള പേര് പറഞ്ഞില്ലെങ്കിൽ പിള്ളേർ തന്നെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും, കാരണം ആ വണ്ടി പറഞ്ഞില്ല ഈ വണ്ടി പറഞ്ഞില്ല എന്ന്. അപ്പോൾ ഇത്രയൊക്കെ വണ്ടികൾ ഇവിടെ ചെയ്യുന്നത്. കാര്യം അത്രയ്ക്ക് ക്വാളിറ്റിയാണ് പുള്ളി ചെയ്യുന്നത് കേട്ടോ. ഭാര്യത്തിൻ്റെയൊക്കെ വണ്ടി കണ്ടാലറിയാം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക. അങ്ങനെ എല്ലാ വണ്ടിയും ഇവിടെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചെറുക്കൻ ദേ കിടക്കുന്നു. അപ്പോൾ ഇനിയത്തെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് നേരെ വീട്ടിൽ പോകണം. ഞങ്ങൾ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്, അയാളെ നോക്കി ഹൈവേയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അണ്ണൻ വന്ന് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുക്കൻ്റെ ഇൻറ്റീരിയൽ കാണിക്കണ്ടേ. ഇനി ആരും വണ്ടിയുടെ ഇൻറ്റീരിയൽ കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കില്ല, വർക്കൊന്നുമില്ല, എല്ലാം ഒരു താത്തായിരുന്നു കേട്ടോ. ക്യാബിൻ കണ്ടോ, ഇതാണ് നമ്മുടെ പഴയ മോഡൽ ക്യാബിനാണ് അത് ചെയ്തേക്കുന്നത്. വർമ്മയുടെ വർക്കാണ് ഇത്. മൊത്തം സ്വിച്ച് കേട്ടോ. ഇതെല്ലാം കൺഫ്യൂഷനാണ്. ഇവന് പോലും ചൊവ്വേ നേരെ പഠിച്ചിട്ടില്ല ഇത് എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതെ അകത്തെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം കണ്ടോ. അപ്പോൾ ഇതെല്ലാം പിക്സലാണ് കേട്ടോ, ഇതെല്ലാം പിക്സലാണ്. ഇതിൻ്റെ എല്ലാം കണക്ഷൻ ഉണ്ട്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ബാക്കിൽ ഇതിൻ്റെ ഈ 2 എണ്ണേ ഉള്ളൂ. ഇത് ഇപ്പോൾ നമ്മൾ അഴിച്ചു മാറ്റും കേട്ടോ. വർമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലോത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എന്താ പറയണ്ടേ, കളർ പറയാറില്ല കേട്ടോ, എന്തോ ഒരു കളർ കേട്ടോ. കളർ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ റെഡ് സീറ്റ് കവറും പിന്നെ കർട്ടൻ കണ്ടോ, യെല്ലോ കളർ കർട്ടനും അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം 2 TV കേട്ടോ, ഒന്ന് തേണ്ട സെൻട്രൽ TV ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് കവറെല്ലാം നമുക്ക് മാറണം, പേരെഴുതണം. അപ്പോൾ നമ്മുടെ ഈ കവറല്ല, ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. പൊട്ടിയതിൻ്റെ എല്ലാം ഇവിടെ ഇത് പൊട്ടിയിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ എക്സേണിങ് വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്യാൻ ഓർഡർ ചെയ്യാൻ പോവാം. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ മാറേണ്ടതാണ്. പൊട്ടിയതെല്ലാം എടുത്തു, പൊട്ടിയെല്ലാം നോക്കിയിട്ട് മാറാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിനാകും കേട്ടോ. ഇനി അത് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാം കേട്ടോ. ഇനിയൊരു 2-3 ദിവസം വണ്ടി ഇവിടെ കാണും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഹൈവേയുടെ സൈഡിൽ ഇട്ടേക്കും കേട്ടോ. ഇതിനകത്ത് കയറണമെങ്കിൽ ഇവിടെ ഒരുപാട് വണ്ടിയുടെ പണി നടക്കുക കേട്ടോ. ഒരുപാട് വണ്ടിയുടെ പണി നടക്കുന്നത് കാരണം നമുക്ക് കയറാൻ പറ്റത്തില്ല. വണ്ടി ലോക്ക് ചെയ്ത് ചാവിയൊക്കെ കൊടുത്തേക്കും കേട്ടോ. ഈ ലൈറ്റൊക്കെ നമുക്ക് ചാലുവാക്കണം. ഇതുണ്ടോ, ഇത് ഒരുപാട് പിക്സൽ ലൈറ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഗാലക്സിയുടെ ഇരുന്നപ്പോൾ ഉള്ള ടൈപ്പ് സാധനങ്ങളാണ് ഈ ലൈറ്റ്. ഇതെല്ലാം നമ്മൾ കത്തിക്കും. ഇതെല്ലാം കത്തിക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രീതിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമല്ലേടാ. ടാറ്റ.